എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്ലാക്ക് മാനെ കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് ബ്ലാക്ക് മാനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് കേരളത്തിലെ വീടുകളിൽ ഇത്രയധികം ഭീതി പടർത്തിയ മറ്റൊരു മനുഷ്യൻ ഇല്ലായിരുന്നു. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാത്രിയിൽ വീടുകളുടെ കതകുകളിൽ മുട്ടി ശല്യപ്പെടുത്തുക, കോളിംഗ് ബെൽ അടിക്കുക, പൈപ്പിലെ വെള്ളം തുറന്നു വിടുക തുടങ്ങിയ ഉപദ്രവങ്ങൾ ചെയ്യുന്ന ബ്ലാക്ക് മാൻ എന്ന ഒരു വ്യക്തിയുണ്ടെന്ന് ഏകദേശം 2012 മുതൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരു വിശ്വാസം രൂപപ്പെട്ടിട്ടുണ്ട്. ചെവി കടിച്ചു പറിച്ച് മോഷണം നടത്തുക, സിറിഞ്ച് കൊണ്ട് ശരീരത്തിൽ കുത്തുക, ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിക്കുക എന്നീ അക്രമങ്ങളും ബ്ലാക്ക് മാൻ ചെയ്യുന്നുണ്ടെന്നും കഥകളുണ്ട്. ബ്ലാക്ക് മാൻ മുറ്റത്തേക്ക് അമ്മിക്കല്ല് എടുത്തെറിയുകയും ഇത് കേട്ട് പുറത്തിറങ്ങുന്നവരുടെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുന്നുണ്ടെന്നും കഥയുണ്ട്. കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലാണ് ഈ കഥകൾ കൂടുതലും പ്രചരിക്കുന്നതെങ്കിലും കാസർഗോഡ് ജില്ലയിലും ബ്ലാക്ക് മാനെ കാണപ്പെട്ടിട്ടുള്ളതായി വാർത്തയുണ്ട്. സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരു സംഘം ബ്ലാക്ക് മാൻമാർ ഉണ്ടെന്നതാണ് മറ്റൊരു കഥ. രാത്രിയിൽ മാത്രമല്ല, വൈകുന്നേരം 4 മണിക്കും ബ്ലാക്ക് മാൻ പ്രത്യക്ഷപ്പെട്ടതായും വാദമുണ്ട്. ഇത്തരം കഥകളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഒരു കാലിൽ സ്പ്രിങ് കെട്ടി കയ്യിൽ നഖങ്ങൾ നീട്ടി വളർത്തി കറുത്ത മുഖത്തോടു കൂടിയ ആളാണെന്നും ഞൊടിയിടയിൽ പ്രത്യക്ഷനും അപ്രത്യക്ഷനാവാനുമുള്ള കഴിവുണ്ടെന്നുമാണ് ഈ കഥാപാത്രത്തെപ്പറ്റി പൊതുവിൽ ഊരിത്തിരിഞ്ഞു വന്നിട്ടുള്ള അഭിപ്രായം. കറുത്ത പാൻറ്റും ഷർട്ടും ധരിച്ച ബ്ലാക്ക് മാൻമാരെ പോലെ തന്നെ മുണ്ട് മാത്രം ധരിച്ച ബ്ലാക്ക് മാൻമാരുമുണ്ട്. ചില വിവരണങ്ങളിൽ ബ്ലാക്ക് മാൻ കറുത്ത മുണ്ടും ഷർട്ടും ധരിച്ച 7 അടിയിലധികം പൊക്കമുള്ള ആളാണ്. ബ്ലാക്ക് മാനെ ആൾക്കാർ കണ്ടെത്തുമ്പോൾ പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെന്നും വിവരണമുണ്ട്. ആവശ്യമുള്ളപ്പോൾ ബ്ലാക്ക് മാൻ പുഴയിൽ ചാടി നീന്തി മറയുകയും ചെയ്യുന്നുണ്ടെന്നാണ് മറ്റൊരു കണ്ടെത്തൽ. മനുഷ്യരെ ഭയപ്പെടുത്തുക മാത്രമാണ് ഈ ബ്ലാക്ക് മാൻ്റെ ലക്ഷ്യം. കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയിൽ ബ്ലാക്ക് മാൻ്റെ ഉയരം 12 അടിയാണ്. പുല്ലുകൊണ്ടുള്ള കിടക്കയിൽ കിടക്കുകയും ബിയർ കുടിക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ് ഈ ബ്ലാക്ക് മാൻ. ഒരാളുടെ തോളിൽ മറ്റൊരാൾ കയറിയിരുന്ന് ബ്ലാക്ക് മാൻ വേഷം കെട്ടുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. ഒരേ സമയം പല വീടുകളിലും ആക്രമണം നടക്കുന്നുണ്ടെന്നും ഇതിനു പിന്നിൽ ഒരു സംഘമാണെന്നും കഥകളുണ്ട്. കൊല്ലം ജില്ലയിലെ ആയൂരിലെ ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ കുണ്ടൂർ കോളനിയിൽ ബ്ലാക്ക് മാൻ ആണെന്നാരോപിച്ച് 6 പേരെ പിടികൂടുകയുണ്ടായി. ബ്ലാക്ക് മാനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ മോഷ്ടാക്കളെ നാട്ടുകാർ പിടികൂടുന്ന സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പുലർച്ചെ 1:30-ക്കും മറ്റും ടാപ്പിങ്ങിനായി പോകുന്ന തൊഴിലാളികളെ ബ്ലാക്ക് മാൻ ആണെന്ന തെറ്റിദ്ധാരണ മൂലം മർദ്ദിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാസർകോട്ടെ ജയിലിൽ നിന്ന് തടവു ചാടിയ ഒരു പ്രതിയായിരിക്കാം കാസർകോട്ടെ ബ്ലാക്ക് മാൻ എന്നാണ് മറ്റൊരു അഭ്യൂഹം. എന്നാൽ മാവോയിസ്റ്റ് സംഘമാണോ ഇതിന് പിന്നിൽ എന്ന സംശയവും ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരം കെട്ടുകഥകൾക്ക് സാധാരണ കാണുന്ന പ്രത്യേകതയാണ് കഥയുടെ ഉറവിടം ഏതെന്ന് ആർക്കും വ്യക്തമായ ധാരണയില്ലാതിരിക്കുന്നത്. ഈ പ്രത്യേകത ബ്ലാക്ക് മാൻ എന്ന കെട്ടുകഥയിലും കാണപ്പെടുന്നുണ്ട്. ബ്ലാക്ക് മാനെ പിടികൂടാനായി നൈറ്റ് വിഷൻ ക്യാമറ, നൈറ്റ് വിഷൻ ബൈനോക്കുലർ എന്നിവ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായി കേരള പോലീസ് പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. എന്താണ് ബ്ലാക്ക് മാൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.